പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ് കേട്ടോ. എന്നാലും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു വഴിക്ക് പോകുമായിരുന്നു. അപ്പോഴത്തേന് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഉള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ 7-ാം വാർഡാണ് കേട്ടോ. ഈ 7-ാം വാർഡിൽ അതായത് നമുക്ക് ഈ കോട്ടാങ്ങാൽ ആലപ്രക്കാട് റോഡ് ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ടാറിങ് പൂർത്തിയായി. BMC നിലവാരത്തിൽ തന്നെ നല്ല രീതിയിൽ പുരോഗമിച്ചു. അത് അടുത്ത അതായത് കോട്ടാങ്ങാൽ ആലപ്രക്കാട് ആലപ്പറ അങ്ങനെ പൊന്തമ്പുഴ ആ റൂട്ടിലേക്ക് പോകാനുള്ള നല്ലൊരു എളുപ്പമാർഗ്ഗമായി. പക്ഷെ അവിടെ നിന്ന് അതായത് ഈ ആലപ്രക്കാടിന് പോകുന്ന വഴി കോട്ടാങ്ങാന്ന് ഒരു 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ആകുമ്പോഴത്തേന് ഒരു വഴി താഴോട്ട് വരുന്നുണ്ട്. ആ വഴി വരുന്നത് വട്ടപ്പാറ അതായത് ചുങ്കപ്പാറയിലേക്ക് എളുപ്പ വഴിയാണ്. 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അധികം വരും. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ ഇത് നിങ്ങൾ നേരെ നോക്കുകയാണെന്ന് കാണാം. ഒരു കോൺക്രീറ്റ് കാണുന്നുണ്ട്. ആ കോൺക്രീറ്റിന് അവിടുന്ന് കണ്ടോ ബാക്കിയുള്ള ഭാഗമാണ് ഈ കിടക്കുന്നത്. ഇത് അവസ്ഥയാണ്. കാരണം ഒരു വാഹനത്തിനോ ഒരു ആൾക്കാർ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ 7-ാം വാർഡാണെന്ന് ആലോചിച്ചോണം കേട്ടോ. അപ്പം ഇത് രാത്രി കാലങ്ങളിൽ ഇവിടെ സഞ്ചാരം പറ്റുന്നില്ല. കാരണം എന്നറിയോ, ഒന്ന് കാട് പിടിച്ച് കിടക്കുന്നു, രണ്ടാമത്തെ ഇത് വഴിയിലുള്ള യാത്ര ദുർഘടമാണ്. ഓക്കെ, ആകെപ്പാടെ ഏതാണ്ട് ഒരു 100 മീറ്റർ കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ റോഡ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഭാഗമെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പൈപ്പ് അതും പൊട്ടിച്ചിട്ടേക്കുകയാണ്. പക്ഷേ ഇതൊന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളത് പരിചയപ്പെടുത്തുകയാണ്. ഇത് തുച്ഛമായ ഫണ്ട് മാത്രം മതി ഇതൊന്ന് നന്നാക്കാൻ വേണ്ടി. അതായത് 100 മീറ്റർ മിച്ചേ വരുള്ളൂ. ഞാൻ ജസ്റ്റ് തിരിച്ചൊന്ന് കാണിക്കാം. കണ്ടോ, വലിയ കല്ലുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊന്ന് ഈ 100 മീറ്റർ, അതായത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ 100 മീറ്റർ കഷ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും കണ്ടോ 100 മീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും 100 മീറ്റർ ഒന്ന് കൂട്ടിക്കൂ. ഈ 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പൈസ വേണം? ഒരു പഞ്ചായത്തിൻ്റെ പ്രതിനിധിയെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന മാത്രം കേസേ ഉള്ളൂ. പക്ഷേ ഇതിനൊക്കെ അലംഭാവം. കാരണം ഈ റോഡ് തീർന്നു കഴിഞ്ഞാൽ ചുങ്കപ്പാറ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഏതാണ്ട് 2.5 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നമ്മൾ കോട്ടാങ്ങാൽ ഭാഗം ചുറ്റി പോകുമ്പോൾ ഏതാണ്ട് 5 കിലോമീറ്ററോളം വരും. ഈ റൂട്ട് ഞാൻ പറഞ്ഞ അതായത് കോട്ടാങ്ങാൽ അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ നിന്ന് ചുങ്കപ്പാറ ചെല്ലണമെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ അധികം വരും. ഇതാണെങ്കിൽ 1.5 കിലോമീറ്റർ പോലും ഇല്ല. അതുപോലെ തന്നെ 100 കണക്കിന് കുടുംബങ്ങൾ ഇടതിങ്ങി താമസിക്കുക ഇവിടെ. അവർക്ക് ഒരു സഞ്ചാരഭാഗം, അവരുടെ വാഹനം പോകാൻ സാധിക്കും, ഒരു 2 ചക്ര വാഹനം പോകാൻ സാധിക്കും. ഒരു ജോലിക്ക് വേണ്ടി രാവിലെ ഈ വഴി ഒരു ബൈക്കുമായിട്ട് പോകാൻ പറ്റും. പക്ഷേ മഴക്കാലത്ത് പോലും ഇതുവഴി പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ മുമ്പ് കാണിച്ച ആ വെള്ളക്കെട്ട് വലിയ വെള്ളക്കെട്ടാണ്. ഇതൊന്ന് തീർക്കാൻ എത്ര കൂടി വന്ന ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 10 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചാലും ഒരു 6 ലക്ഷം രൂപ നടക്കുമല്ലോ. ബാക്കി 4 ലക്ഷം പോകും നമുക്കറിയാം. അപ്പോൾ ഇതിനൊന്ന് അടിയന്തരമായി ഒരു പ്രാധാന്യം കൊടുക്കുവാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് ജനപ്രതിനിധിയോട് പറയാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇത്രയും തുച്ഛമായ വഴിയാണ്. ഇത് മനസ്സൊന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാൻ സാധിക്കും. ഒരു വർഷം കൂടി ഉള്ളൂ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക്. അതിനിപ്പുറമെങ്കിലും ഇത് ചെയ്താൽ ഈ 7-ാം വാർഡിൽ അടുത്ത വോട്ടിനേലും നമ്മൾ ചെല്ലുമ്പോൾ അതൊരു മുതൽക്കൂട്ടാകും എന്ന് അവർ ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാമെന്ന് മാത്രം പറയുകയാണ് ഞാൻ കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതായത് ഒരു തമാശ രീതിയിലല്ല ലാസ്റ്റ് പറഞ്ഞത് കേട്ടോ. അത് പ്രത്യേകം തെറ്റിദ്ധരിക്കരുത്. അവർക്ക് നാളെ ഒരു വോട്ടിന് നമ്മുടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കാരെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെ റോഡ് നന്നാക്കിയെന്നൊരു എടുത്ത് കാണിക്കാൻ പറ്റുമല്ലോ. മറ്റു വികസനത്തിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ എടുത്ത് കാണിച്ചാൽ ആ പ്രദേശത്തുള്ള കുറേ വോട്ടുകൂടെ കിട്ടും. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി അടുത്തൊരു നടപടിയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഹുസൈന റാവുത്തർ, പത്തനംതിട്ട, ചുങ്കപ്പാറ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഇത് പറയുന്നില്ല നിങ്ങൾ. പക്ഷേ നമ്മുടെ ആവശ്യമല്ലേ, നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.